48 മണിക്കൂറത്തേക്ക് പാകിസ്ഥാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനെ രക്ഷിക്കാൻ വേണ്ടി പാകിസ്ഥാൻ നടത്തുന്ന നീക്കം അങ്ങനെയാണോ? അഫ്ഗാനിസ്ഥാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടോ? വെടിനിർത്തൽ അഫ്ഗാനിസ്ഥാനെ തിരിച്ചടിക്കാൻ. അതൊരു രസകരമായൊരു സംഭവം. ഇന്ന് താലിബാൻ്റെ ഔദ്യോഗിക വക്താവായിട്ടുള്ള സാബിള്ള മുജാഹിദ്, നമ്മൾ ഇന്നലെ സാബിള്ള മുജാഹിദിൻ്റെ കാര്യം പറഞ്ഞു. സാബിള്ള മുജാഹിദ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ട്വീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്ന് ഖത്തറിലേക്കും സൗദി അറേബ്യയിലേക്കും 2 മെസ്സേജ് പോയി. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലൊരു നാറ്റോയ്ക്ക് തുല്യമായൊരു കരാർ വെച്ചിരുന്നു. തമ്മിൽ ഒരു രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ മറ്റേ രാജ്യം ഇടപെടുമെന്നുള്ള. അഫ്ഗാനിസ്ഥാൻ കയറി അടിച്ച് മുടിച്ച് പിരിച്ചിട്ടും സൗദി അനങ്ങിയില്ല. അപ്പോഴാണ് പെട്ടെന്ന് ഒരു മെസ്സേജ് പാകിസ്ഥാനിൽ നിന്ന് ഖത്തറിലേക്കും സൗദിയിലേക്കും പോയി. മെസ്സേജ് ഇങ്ങനെയാണ്, താലിബാൻ സോഴ്സുകൾ പറയുന്നതാണ്: ഫോർ ഗോഡ് സേക്ക് സ്റ്റോപ്പ് അഫ്ഗാൻ ഫ്രം ഫൈറ്റിംഗ്. ദൈവത്തെ ഓർത്ത്, അല്ലെ അള്ളായെ ഓർത്ത് അഫ്ഗാനിസ്ഥാനോട് യുദ്ധമൊന്ന് നിർത്താൻ പറയൂ. അങ്ങനെ പാകിസ്ഥാൻ നിലവിളിച്ചു. അതുകൊണ്ട് ഞങ്ങൾ 48 മണിക്കൂർ നേരത്തേക്ക് വെടി നിർത്തുന്നു എന്നാണ് താലിബാൻ പറയുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഓപ്പറേഷൻ സിന്ദൂർ നടന്നല്ലോ. പാകിസ്ഥാനെ നമ്മൾ മുച്ചൂടും മുടിച്ചു. എന്നിട്ട് ഇവന്മാർ പറയുന്നത് വീഡിയോ ഗെയിമിൻ്റെ പടമൊക്കെ കാണിച്ചിട്ട്, വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചിട്ട് ഞങ്ങൾ ഇന്ത്യക്കിട്ട് പണിതു എന്ന് പറഞ്ഞ് പ്രൊപ്പഗാൻഡ വാർ നടത്തുന്നുണ്ട്. പക്ഷെ ആ പ്രൊപ്പഗാൻഡ വാർ ഇത്തവണ ഏറ്റില്ല. കാരണം താലിബാൻ നിരന്തരം വീഡിയോകൾ വിടുകയാണ്. കാരണം ഒന്ന്, ഇവരുടെ പാകിസ്ഥാൻ പട്ടാളക്കാരെ മുഴുവൻ പിടിച്ച് കൂട്ടിക്കെട്ടി വരിവരിയായി പോകുന്ന ചിത്രങ്ങൾ, വീഡിയോസ്. പിന്നെ പാകിസ്ഥാൻ്റെ T-55 ടാങ്ക് അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്ത് അതുമായി ഘോഷയാത്ര നടത്തുന്നു കാബൂളിൽ, വീഡിയോ വന്നു. അതുകൂടാതെ പാകിസ്ഥാനെ ഞെട്ടിച്ചു കളഞ്ഞു. ഇന്നലെ പെഷവാറിൽ ISIയുടെ റീജിയണൽ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വ്യോമാക്രമണം നടത്തി. നോക്കൂ, ഒറ്റ വിമാനമില്ല, ഉപയോഗിക്കാവുന്ന തരത്തിൽ കൊള്ളാവുന്ന വിമാനമില്ല അഫ്ഗാനിസ്ഥാന്. നാവികസേനയില്ല, ആകെ കരസേന മാത്രം. ഈ കരസേന മാത്രമുള്ള അഫ്ഗാൻ പട്ടാളമാണ് പാകിസ്ഥാനെ തുരത്തി ഓടിക്കുകയാണ്. പാകിസ്ഥാൻ പട്ടാളക്കാർ നിലവിളിക്കുകയാണ്. അവരുടെ 100 കണക്കിന് പാകിസ്ഥാൻ പട്ടാളക്കാരുടെ ശവപ്പെട്ടി റെഡിയാക്കി വെച്ചിരിക്കുക, പെട്ടിയോടെ സഹിതം എന്നാ കൊണ്ടുപോക്കോടാ എന്ന് പറഞ്ഞിട്ട്. അല്ലാഹു അക്ബർ വിളിച്ചിട്ട് പാകിസ്ഥാൻ പട്ടാളക്കാർ ചോരയെ കുതിർന്നു നിൽക്കുമ്പോൾ തോക്കിൻ്റെ പാത്തിക്കടിക്കുന്ന വീഡിയോകളുണ്ട്. അഫ്ഗാനിസ്ഥാൻ അങ്ങ് നിരപ്പാക്കി. അങ്ങനെ അതിഭീകരമായ ആക്രമണം. ഇപ്പം പാകിസ്ഥാൻ ഞെട്ടിപ്പോയത് ഇന്നലെ കാണ്ടഹാറിലെ സ്പിൻ ബോൾഡക് സിറ്റി എന്ന് പറയുന്ന ഒരു സിറ്റിയിലേക്ക് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി. അത് കഴിഞ്ഞപ്പോഴാണ് നേരെ അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തു നിന്നൊരു വ്യോമാക്രമണം ISIയുടെ ഓഫീസ് തകർത്ത് തവിടുപൊടിയാക്കി. നമ്മൾ ഹമാസിന് നേരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം പോലെ അതിഭീകരമായ തിരിച്ചടി, വ്യോമാക്രമണം. ആദ്യം കരുതി വിമാനമൊന്നുമില്ല. പിന്നെ കാണുന്നത് എന്നറിയോ? ഡ്രോണുകൾ പറന്നു വരും. എവിടുന്ന് കിട്ടി അഫ്ഗാനി ഡ്രോണുകൾ എന്നുള്ളതാണ് പാകിസ്ഥാനെ വിഷമിപ്പിക്കുന്നത്. പാകിസ്ഥാൻ അങ്കലാപ്പിലായി എന്ന് മാത്രമല്ല, ഈ ആക്രമണം, ഈ യുദ്ധം, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള യുദ്ധം എസ്കലേറ്റ് ചെയ്തിരിക്കുന്ന സമയം അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലുള്ള സമയത്താണ്. ഇന്ത്യയിലുള്ള അതേ സമയത്ത് തന്നെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനെ സംബന്ധിച്ച് സംശയകരമായ ചില കൺസൈൻമെൻറ്റ്സ്, ചില സാധനങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യയുടെ വ്യോമസേനയുടെ വിമാനങ്ങൾ കൊണ്ടിറക്കി. അത് നമ്മൾ പറഞ്ഞിരിക്കുന്നതും അഫ്ഗാനിസ്ഥാനും പറഞ്ഞിരിക്കുന്നതും, ഞങ്ങൾക്ക് കുറേ 20 ആംബുലൻസുകൾ ഇന്ത്യ തന്നു എന്ന് പറഞ്ഞു. ആംബുലൻസുകൾ കാണിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ത്യയുടെ ഒരു ട്രാൻസ്പോർട്ട് വിമാനം, ചരക്ക് വിമാനം അഫ്ഗാനിസ്ഥാനിൽ ഇറങ്ങുകയും ഈ 20 ആംബുലൻസുകൾ ഇറങ്ങിപ്പോകുന്നതുമായിട്ടുള്ള വീഡിയോകൾ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഒരു വലിയ സംശയം ബാക്കിയാവുന്നത്, ഈ ഇന്ത്യയുടെ സൈനിക ചരക്ക് വിമാനം 20 ആംബുലൻസുകളുമായിട്ട് മാത്രമാണോ അവിടെ എത്തിയത്? അഫ്ഗാന് നിർണായകമായ സഹായങ്ങൾ കൊടുക്കാൻ ഇന്ത്യ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പൊതുവെ ഇന്ത്യയിലുള്ളവർ സംശയിക്കുന്നത്. ഡിഫൻസ് സൈറ്റുകളിൽ സംശയം വരുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ പോലെ ആണവശേഷി ഉണ്ടെന്ന് പറയുന്ന ഒരു രാജ്യത്തെ നാവികസേനയില്ലാത്ത, വ്യോമസേനയില്ലാത്ത അഫ്ഗാൻ പട്ടാളം അടിച്ച് നിരത്തുകയാണ്, ഓടുകയാണ് പാകിസ്ഥാൻ പട്ടാളക്കാർ ഓടുന്ന വീഡിയോകൾ എത്ര വേണമെങ്കിലും ലഭ്യമാണ്. ഇങ്ങനെ ആക്രമിക്കാൻ അമേരിക്കയില്ല സഹായത്തിന്, സോവിയറ്റ് യൂണിയനില്ല, റഷ്യയില്ല. സോവിയറ്റ് യൂണിയൻ പണ്ട് ഭരിച്ചിരുന്ന രാജ്യമാണല്ലോ അഫ്ഗാനിസ്ഥാൻ. ആരുമില്ല. പിന്നെ എങ്ങനെ അഫ്ഗാനിസ്ഥാന് ഇത്ര കരുത്ത് കിട്ടുന്നു, ഇത്ര കരുത്തുള്ള ആയുധങ്ങൾ കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ ചോദ്യം പൊതുവിൽ ഉയരുമ്പോൾ ഒരുപക്ഷെ ഡൽഹിയിലിരുന്ന് അജിത് ഡോവൽ ചിരിക്കുന്നുണ്ടാവാം, രാജ്നാഥ് സിംഗ് ചിരിക്കുന്നുണ്ടാവാം, അമിത്ഷാ ചിരിക്കുന്നുണ്ടാവാം. നരേന്ദ്രമോദി ചിരി അടക്കാൻ മിടുക്കനാണ്. അതുകൊണ്ട് ഇന്ത്യ ചിരിക്കുകയാണ്. പക്ഷേ വളരെ സങ്കീർണമായ ഒരു കാര്യം, ഇപ്പോൾ ചില ആളുകൾ
പറയുന്നുണ്ട്. കാരണം ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ സഹായിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയോട് പ്രപ്പോസൽ വെച്ചു എന്നാണ് പറയുന്നത്. ഞങ്ങൾ നിരന്തര വൈരികൾ പാകിസ്ഥാനുമായിട്ടാണ്, ഞങ്ങളുടെ വൈരികളാണ്, ഞങ്ങൾക്ക് ഇന്ത്യയുമായി സൗഹൃദമാണ്, ഇന്ത്യ എക്കാലത്തും ഞങ്ങളുടെ സുഹൃത്ത് രാജ്യമായിരിക്കും, ഇന്ത്യൻ താല്പര്യങ്ങൾക്കെതിരെ ഒന്നും അഫ്ഗാനിസ്ഥാൻ്റെ മണ്ണിൽ ഞങ്ങൾ അനുവദിക്കില്ല. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ 2400 കിലോമീറ്ററിൻ്റെ അതിർത്തി പങ്കിടുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ നമ്മുടെ കാശ്മീർ ഉണ്ടല്ലോ, പാക് അധിനിവേശ കാശ്മീർ, അതുമായി 106 കിലോമീറ്ററിൻ്റെ അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു നിർണായക ഘട്ടം വന്നാൽ പാകിസ്ഥാൻ്റെ അതിർത്തികളിൽ പാക് അധിനിവേശ കാശ്മീരിൻ്റെ അതിർത്തികളിൽ നിർണായകമായ ഇടപെടലുകളോ സഹായമോ ചെയ്യാൻ ആർക്ക് പറ്റും? അഫ്ഗാനിസ്ഥാന് പറ്റും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ബന്ധം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മുത്തഖി ഇന്ത്യയുടെ മുന്നിൽ ഒരു പ്രപ്പോസൽ വെച്ചു എന്നാണ് സ്ഥിരീകരിക്കപ്പെടാത്ത വിവരങ്ങൾ. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ എംബസി ഇവിടെ തുറക്കണം, ഞങ്ങളുടെ അംബാസഡറെ അനുവദിക്കണം, നിങ്ങൾ ഞങ്ങളുടെ വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിൻ്റെ വിലക്കിനെ മറികടന്ന് അഫ്ഗാൻ്റെ വിദേശകാര്യമന്ത്രിയെ നമ്മൾ സ്വീകരിച്ചു. ഇനിയിപ്പോൾ ഒരു അംബാസഡർ വെക്കുക, ഞങ്ങൾക്ക് കുറച്ച് ആയുധ സഹായങ്ങളും വേണം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ബ്രഹ്മോസ് വേണം എന്നൊരു പ്രപ്പോസൽ മുത്തഖി ഇന്ത്യൻ നേതാക്കളുടെ മുന്നിൽ വെച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ബ്രഹ്മോസ് കൊടുക്കുന്നതിന് ഇന്ത്യക്ക് പ്രാഥമികമായി കിട്ടേണ്ട ഒരു അനുമതിയുണ്ട് മറ്റൊരു രാജ്യത്തിന് കൊടുക്കുമ്പോൾ. കാരണം ഇന്ത്യയുടെ സ്വന്തമല്ല ബ്രഹ്മോസ്, ഇന്ത്യയും റഷ്യയും ചേർന്നുള്ള ഒരു ജേവിയാണ്, ജോയിൻറ്റ് വെഞ്ചറാണ്. അപ്പോൾ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള ഒരു രാജ്യത്തിന് ബ്രഹ്മോസ് കൊടുക്കണമെങ്കിൽ റഷ്യയുടെ അനുമതി വേണം. റഷ്യയുടെ അനുമതി ഉറപ്പായിട്ടും കിട്ടും. കാരണം റഷ്യക്ക് അഫ്ഗാനിസ്ഥാനിൽ വലിയ താല്പര്യങ്ങളുണ്ട്. സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്ത് അഫ്ഗാൻ ഭരിച്ചുകൊണ്ടിരുന്നത് റഷ്യയാണ്. മാത്രമല്ല ഇപ്പം ബംഗാരം എയർബേസ് തങ്ങൾക്ക് തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ട് അമേരിക്ക അവിടെ ഇടപെടൽ നടത്താൻ പോവാണ്. അങ്ങനെ വരുമ്പോൾ അമേരിക്കയ്ക്കെതിരായ നിലപാടെടുക്കുന്ന അഫ്ഗാനെ ശക്തിപ്പെടുത്തുന്നത് ആർക്ക് ബുദ്ധിമുട്ടില്ല? റഷ്യക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ റഷ്യയുടെ ഒരു നോഡ് അനുമതി ഉറപ്പായും കിട്ടും. അല്ലെങ്കിൽ ഞങ്ങളത് സംസാരിച്ച് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ഞങ്ങൾ സംസാരിക്കുക. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാട് ഇന്നലെ സാബിള്ള മുജാഹിദ് പറഞ്ഞു. ഇറാനിലും മോസ്കോയിലും നടന്ന 2 തീവ്രവാദി ആക്രമണങ്ങളുടെ പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് ഈ സാബിള്ള മുജാഹിദ് ഇന്നലെ പറഞ്ഞു. അത് റഷ്യയുമായിട്ടുള്ള ഇറാനുമായിട്ടുള്ള ഇവരുടെ ഒരു പുതിയ സൗഹൃദത്തിൻ്റെ വാതിൽ തുറക്കലാണ്. നിങ്ങളുടെ രാജ്യത്ത് ആക്രമണം നടത്തി ഇവന്മാരാണ്, അവന്മാരെ ഞങ്ങൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇൻ്റലിജൻസ് വിവരങ്ങൾ ഞങ്ങൾ കൈമാറാമെന്ന് പറഞ്ഞ് ഒരു ഹസ്തം, ഒരു കരം റഷ്യക്ക് നേരെ ഇപ്പോൾ അഫ്ഗാൻ നീട്ടിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ സ്വാഭാവികമായും അന്താരാഷ്ട്ര തലത്തിൽ ചില വിലക്കുകളൊക്കെ ഈ അഫ്ഗാനിസ്ഥാന് താലിബാൻ ഭരണകൂടത്തിനെതിരെ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ വളരെ ആരോഗ്യകരമായി ഇപ്പം അന്താരാഷ്ട്ര വിലക്കുണ്ടെങ്കിൽ നമ്മൾ 50,000 മെട്രിക് ടൺ ഗോതമ്പ് കൊടുത്തു, നമ്മൾ ആംബുലൻസുകൾ കൊടുത്തു, ആംബുലൻസിനകത്ത് വേറെ എന്തോ സാധനം കൊടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇന്നലെ വരെ ഇല്ലാതിരുന്ന അഫ്ഗാനിസ്ഥാന് എവിടുന്ന് കിട്ടുന്നതാണ് ഇതുപോലെ പാകിസ്ഥാനിൽ വന്ന് പെഷവാറിൽ ആക്രമിക്കാൻ പാകത്തിനുള്ള ഡ്രോണുകൾ? നമ്മുടെ കയ്യിലുള്ള ഡ്രോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂരിലൊക്കെ ഉണ്ടാക്കുന്ന, ഇസ്രയേലുമായി ചേർന്ന് സഹകരിച്ചുണ്ടാക്കുന്ന ഡ്രോണുകളാണ്. ആ ഡ്രോണുകൾ നമ്മുടെ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ പിള്ളേരുണ്ടാക്കുന്ന ഡ്രോണുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ നേരെ കൊടുത്ത അഫ്ഗാനിസ്ഥാൻ എടുത്ത് ചാമ്പിക്കോളും. പിന്നെ അഫ്ഗാൻകാരുടെ ഒരു പോരാട്ട വിരിയുണ്ട്. നമ്മൾ പറയുമ്പോൾ അഫ്ഗാൻകാരെ നമ്മൾ താലിബാൻ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാൻ പാടില്ല. കാരണം ആക്ഷേപിക്കുമ്പോൾ അവരുടെ പോരാട്ട വീര്യം വിടുന്നത്. അവർ ലോകത്തിലെ 2 വൻ ശക്തികളെ തോൽപ്പിച്ചവരാണ്. സോവിയറ്റ് യൂണിയനെ തോൽപ്പിച്ചു അവരല്ലേ, സോവിയറ്റ് യൂണിയനെ തോൽപ്പിച്ചു, സോവിയറ്റ് സേനയ്ക്ക് ഓടേണ്ടി വന്നു, അവിടുത്തെ ഭരണം അട്ടിമറിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അമേരിക്ക വന്നു, അമേരിക്കയുടെ യുദ്ധം ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം അമേരിക്ക ഇത്ര നിസ്സഹായമായി തോറ്റ് അവരുടെ ആയുധങ്ങളും അവരുടെ ടാങ്കുകളും അവരുടെ ട്രക്കുകളും ഒക്കെ ഇട്ടിട്ട് ഓടേണ്ടി വന്ന ഒരു രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. അപ്പോൾ പോരാട്ട വീര്യം വളരെ കൂടുതലുള്ള ആളുകളാണ് അഫ്ഗാൻ ജനത. ഇപ്പോൾ അവിടെ താലിബാൻ ഭരിക്കുന്നു ഇരിക്കട്ടെ, എന്തൊക്കെയാലും രാജ്യത്തിൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ അഫ്ഗാനികൾ എന്ത് ചെയ്യും? ആയുധമെടുത്ത് അവർ ശത്രുവിനെതിരെ പൊരുതും. അങ്ങനെ ഇരിക്കുന്ന അഫ്ഗാനിസ്ഥാന് ഇന്ത്യ എന്തു വന്നാലും പാകിസ്ഥാനായിട്ട് പണി കൊടുത്തേ അടങ്ങൂ എന്ന് തീരുമാനിക്കുന്ന ഇന്ത്യ മുൻകാലങ്ങളിൽ ചെയ്ത, നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നതെങ്കിൽ അതിനു മുമ്പ് ഇന്ത്യയോട് പാകിസ്ഥാൻ ചെയ്ത ഓരോ കാര്യങ്ങൾക്കും എണ്ണി കണക്ക് ചോദിക്കും എന്നാണ് ഇപ്പോൾ മോദി പറയുന്നത്. ഞാൻ വന്ന കാലത്തിന് ശേഷം ഉള്ളത് മാത്രമല്ല, അതിനു മുമ്പ് നീ ചെയ്തതിനും കൂടെ പണി തരും എന്ന് പറയുന്നൊരു സർക്കാരുള്ള. അപ്പോൾ ഇന്ത്യ എങ്ങാനും ബ്രഹ്മോസ് കൊടുത്താലോ? ഇനി ബ്രഹ്മോസ് ചോദിച്ചിട്ട് ബ്രഹ്മോസ് തരുന്നില്ല, അത് ചിലപ്പോൾ വലിയ ഇൻ്റർനാഷണൽ ഇഷ്യൂസൊക്കെ ആയി മാറും. അതുകൊണ്ട് ഞാൻ 10 ആകാശം എന്നൊക്കെയാണെന്ന് വെച്ചാലോ അഫ്ഗാൻ എടുത്തിട്ട് ചാമ്പും. ഏതായാലും ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് ദയനീയമായി പരാജയപ്പെട്ട് 5 മാസത്തിനിടയിൽ 2 യുദ്ധങ്ങൾ പാകിസ്ഥാൻ തോറ്റിരിക്കുന്നു. 1 ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയോട് തോറ്റു, 2 നിസ്സാരമെന്ന് ഇവർക്ക് കരുതുന്ന
അഫ്ഗാനിസ്ഥാനായിട്ട് തോറ്റിരിക്കുന്നു. അപ്പോൾ നോക്കൂ, നമ്മൾ ബ്രഹ്മോസ് എന്ന് പറഞ്ഞ സാധനം എങ്ങാനും അഫ്ഗാൻ്റെ കൈ കിട്ടിയാൽ പാകിസ്ഥാൻ പിന്നെ കാണത്തില്ല. കാരണം നമ്മൾ തന്നെ ബ്രഹ്മോസിനെ അടിച്ചതിൻ്റെ കേടിപ്പോഴും തീർന്നിട്ടില്ല. ഈ ഉറക്കത്തിൽ ഇപ്പോൾ മുന്നീർ ഞെട്ടാണ്. ബ്രഹ്മോസ് ബ്രാ എന്ന് കേൾക്കുമ്പോൾ ഞെട്ടുകയാണ്. അപ്പോൾ ബ്രഹ്മോസ് എങ്ങാനും കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ, ഇന്ത്യയോട് ഇവിടെ ആയുധ സഹായം അഫ്ഗാനിസ്ഥാൻ ആവശ്യപ്പെട്ടു എന്നുള്ള വിവരം കൂടി പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ആണിപ്പോൾ വെടിനിർത്തൽ 48 മണിക്കൂർ നേരത്തേക്കെങ്കിലും വെടിനിർത്തൽ വേണമെന്ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനോട് ആവശ്യപ്പെട്ടിരിക്കുക. അപ്പം നോക്കൂ, ലോകത്തിലെ ഒരു ആണവശക്തി ഞങ്ങൾ ഇന്ത്യയെ പീസാക്കി കളയുമെന്ന് പറയുന്നവരൊക്കെ നാവികസേനയും വ്യോമസേനയും ഇല്ലാത്ത അഫ്ഗാൻ്റെ മുന്നിൽ തോറ്റിട്ട് 48 മണിക്കൂർ നേരത്തേക്ക് വെടിനിർത്തൽ യാചിച്ച് ഇടപെടാൻ വേണ്ടി ദൈവത്തെ ഓർത്ത് അള്ളായെ ഓർത്ത് ഒന്ന് സഹായിക്കുക, ഈ അഫ്ഗാനികളോട് വെടിനിർത്താൻ പറയുമെന്ന് ഖത്തറിനും സൗദിക്കും മെസ്സേജ് അയക്കേണ്ടി വന്നിരിക്കുന്നു. പാകിസ്ഥാന് പടച്ചോൻ പോലും കൂടെയില്ല. പടച്ചോൻ ഇപ്പോൾ അഫ്ഗാനികളുടെ കൂടെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.